അടുത്ത അതിഥികളും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അടുത്ത അതിഥികളും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബസ് യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇത് ടൂറാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സാനിയോ പാട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാട്ടിപ്പെത്തും. പാട്ടുമായിട്ട് സാനിയ വന്നു. ഞാൻ മാത്രമല്ല, എനിക്ക് പാടാൻ അറിയില്ല. വേറെ രണ്ടാളുണ്ട്. ഞാൻ പാടേണ്ടി വരുമോ? സർപ്രൈസ് പാട്ടുകാർ രണ്ടാളുണ്ട്. ഇപ്പൊ രണ്ട് പാട്ടുകാർ എങ്ങനെ ഡ്യുവറ്റ് ആണോ? ഡ്യുവറ്റും പാടും ആണ്. റോഷിപാൽ പാട്ടും ആട്ടവും ഉണ്ടാവും. എനിക്ക് കൂടെ കൂടാൻ ഒരു താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് കൂടി ഒരു വൈബാകാൻ അതാ വന്നു കഴിഞ്ഞു. ഹലോ, വെൽക്കം. നമസ്കാരം സുജയ മാഡം. അപ്പൊ നമ്മുടെ ചേലക്കരയിലെ സ്ഥാനാർത്ഥി എത്തി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി. നമസ്കാരം. ഞങ്ങളുടെ പ്രചാരണം എന്താ? മേഴ്സി കോളേജ് എത്തി. കോളേജ് കുമാരിമാരെ പോലെ മേഴ്സി കോളേജിനുള്ളിൽ നമ്മളിപ്പോ പാട്ടോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് സാനിയോ ഡോറ് തുറന്നത്. പാട്ട് പാടുന്നുണ്ടോ? പാർവതിയുടെ വളരെ മനോഹരമായ ഒരു പാട്ടോടുകൂടി ഈ പരിപാടി ആരംഭിച്ചിരിക്കും. പാട്ടും ആട്ടവും ന്യൂസ് ചാനലിന്റെ രീതികൾ തന്നെ മാറ്റി പറിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ ബസ്? അടിപൊളിയായിട്ടുണ്ട്. വളരെ ഇതിലൊരു ടൂറൊക്കെ പോകാൻ പറ്റുന്ന ബസ്സാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? KSRTC തിരിച്ചു കൊടുക്കണം അല്ലേ? അതാ കുഴപ്പമില്ല. കഴിഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്നത്? അല്ല, നിങ്ങളെ മറ്റേ ഈ നവകേരള ബസ് പോലെ ഇത് മ്യൂസിയത്തിൽ വെച്ച് കാശ് മേടിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോന്നാണ് ചോദിച്ചത്. അതാ കുഴപ്പമില്ല. ഏറ്റവും വലിയൊരു റോഡ് ഷോ ആയിട്ട് ഇപ്പൊ റിപ്പോർട്ടർ ഇതിലെ പാലക്കാടിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ മേഴ്സി കോളേജിന്റെ മുന്നിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പൊ എല്ലാവരും ചോദിക്കുകയാണ്, ഏറ്റവും വലിയ റോഡ് ഷോ ഇതിൽ പോകുന്നുണ്ടല്ലോ റിപ്പോർട്ടറിന്റെ എന്ന് ചോദിക്കുക. അപ്പൊ വഴിയിൽ നിന്നപ്പോഴേ അതിന്റെ ഒരു വലിയ സന്തോഷം. എന്തായാലും സമയം ഏകദേശം 4 മണി ആകാറായി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വരുമ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വൈബ് കൂടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്നിട്ട് ചേലക്കരയിൽ നിന്ന് ഇവിടെ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് ഏറ്റവും താഴെ തട്ട് വരെയുള്ള സഹപ്രവർത്തകരുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് രേഖപ്പെടുത്തുക, പോളിംഗ് ഡേ കൂടി പൂർത്തിയായതിനു ശേഷം പാർട്ടി നമ്മളോട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സജീവമാകാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ നിങ്ങളിപ്പോൾ സഞ്ചരിച്ച മാത്തൂര് പഞ്ചായത്ത്, അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഇടങ്ങളിൽ സ്ക്വാഡ് വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളെ വഴിയിൽ കാത്തുനിന്ന് സ്വീകരിക്കാൻ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ കള്ളിക്കാട് എത്തി. നിങ്ങൾ സ്ഥലമൊക്കെ പഠിച്ചോ പാലക്കാട്ടെ? പിന്നെ തീർച്ചയായിട്ടും പാലക്കാട് ഇനി രാഹുലിനൊരു പിൻഗാമി വേണ്ടി വന്നാൽ വേണമല്ലോ നമുക്ക് അടുത്ത യൂത്ത് കോൺഗ്രസിൽ നിന്നാണല്ലോ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതെങ്ങനെ വീതം വെപ്പാണോ? ഇതെല്ലാം വീതം വെപ്പല്ലേ. വീതം വെച്ചത് 150 പേര് ഇരുന്ന വേദിയിൽ വീതം വെച്ചിട്ട് ഒത്തില്ല. അതുകൊണ്ടാണ് ആശയപരമായൊക്കെ വ്യത്യാസം വന്ന ഒരാൾ പുറത്തു വന്നത്. ഓർമ്മയുണ്ടല്ലോ? ചെറുതായിട്ട് വെടിവെച്ച് വന്ന അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇന്നലെ ആ ആങ്കർ തന്നെ അവിടെ പറഞ്ഞു. അത് സ്വരാജ് പറഞ്ഞതൊക്കെ ഏറ്റെടുത്ത് പറയുന്നത് ശരിയാണോ സാറേ? അല്ല, സ്വാഭാവികമായിട്ടും സ്വരാജ് പറഞ്ഞതിനെ പറ്റി ഒരു കമന്റ് ചെയ്തു. ആ കമന്റ് ചെയ്തപ്പോൾ അന്ന് ആ പാനലിൽ ഉണ്ടായിരുന്ന അയ്യപ്പദാസും ജോസഫ് വാഴയ്ക്കനും അതുപോലെ അവർ രണ്ടുപേരും ഇന്നലെ അത് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്ന് അവരെല്ലാവരും വ്യക്തമാക്കി. അപ്പൊ അതവിടെ കഴിഞ്ഞില്ലേ? അപ്പൊ ഇതിനു മുന്നേ സന്ദീപ് വാര്യർ പറഞ്ഞതെല്ലാം അങ്ങ് റദ്ദ് ചെയ്യപ്പെടുകയാണോ? എല്ലാം മായ്ച്ചു കളഞ്ഞു. അതായത് നമ്മുടെ ഏത് വ്യവസ്ഥകളും റിഫോർമേറ്റീവാണ്. ഇപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ തന്നെ റിഫോർമേറ്റീവ് ആണല്ലോ. ഇപ്പോൾ കൈരളി TV-യിൽ ഇന്നലെ വരെ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആൾ ജനൻ TV-യിൽ പോയി. അപ്പോൾ എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം പീപ്പിളും ജനവും മലയാളം ഇംഗ്ലീഷും എന്നുള്ള വ്യത്യാസമുള്ളൂ. അവരുടെ സ്വഭാവത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കൈരളി TV-യിൽ നിന്ന് ജനൻ TV-യിൽ പോയി. കൈരളി TV-യുടെ ചർച്ച പലസ്തീന് വേണ്ടിയായിരുന്നു, പക്ഷെ ജനൻ TV-യിലെ ചർച്ച ഇസ്രായേലിന് വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഴുവൻ റദ്ദ് ചെയ്യപ്പെട്ടോന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കാൻ പറ്റും. അല്ല, അത് പക്ഷേ ശമ്പളം കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ശമ്പളം കൊടുത്ത് സന്ദീപിനെ വാങ്ങിയതാണോ? അപ്പൊ നിങ്ങൾ ശമ്പളം തന്നാൽ എന്തും ചെയ്യുമെന്നാണ്? ശമ്പളം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ച ജോലി ചെയ്യും. അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ ഈ ഒരു ശമ്പളം കൊടുത്തോ? നിങ്ങൾ എന്തോ ഡീല് നടന്നു കോയമ്പത്തൂരിൽ നിന്ന് കേട്ടു. രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. അതിനു മുമ്പ് എവിടെയൊക്കെ ആയിരുന്നു. അതായത് അങ്ങനെ പറഞ്ഞ എസ്കേപ്പായി. രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി ഇന്നലകളിൽ വരെ അവര് എടുത്ത ഒരു ആശയം തെറ്റാണ് എന്ന് സ്വാഭാവികമായ അനുഭവത്തിലൂടെ വ്യക്തമാകുന്നു. അപ്പോൾ ആശയം ശരിയായ ഒരു മാർഗദിശയിലേക്ക് അവർക്ക് നടക്കണമെന്ന് തോന്നുന്നു. ഇതേവരെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയം കാണുമ്പോൾ അവർക്ക് അതിലേക്ക് വരാൻ തോന്നുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ വേണ്ട പരിഗണനകൾ കൊടുക്കുന്നു. ഇനിയും ആളുകൾ വീണ്ടും ആളുകൾ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ കടന്നു വരാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥം. മാധ്യമപ്രവർത്തകരിൽ അധികവും കോൺഗ്രസിലാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പൊ സുജിയ പാർവതിനെ കുറിച്ച് അങ്ങനെ ഒരു അപവാദം ഉള്ളതായി എനിക്കറിയില്ല. അല്ല, തീർച്ചയായിട്ടും ഓറഞ്ച്
ഓറഞ്ചും പഴവും ഒക്കെ ഇത് 23-ാം തീയതിക്കുള്ള ഒരു അഡ്വാൻസ് മധുരമായി ഞാൻ കാണുന്നു. അത് ഓറഞ്ച് മധുരം. ഓറഞ്ചും മധുരം ഒക്കെ കൊടുത്ത് 23 വലിയ ആഘോഷമാണ്. ഞാനൊരു ഡാൻസ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു 23-ന്. വയനാട്ടിൽ നമ്മളൊരു ട്രെയിലർ അടിച്ചായിരുന്നു. ട്രെയിലർ പിക്ചർ അഭി ബാക്കി ഹേ ബൈ എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ പോലെയാണത്. അബിൻ, ഇനി സീരിയസ് ആയി കുറച്ച് സംസാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് SDPI ബന്ധം, SDPI നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, പള്ളികളിൽ നോട്ടീസ് ഇറക്കുന്നു, പള്ളികളിൽ നോട്ടീസ് ഇറക്കുന്നത് നിങ്ങൾ തന്നെ പൈസ കൊടുത്തിട്ട് SDPI കൊണ്ട് നോട്ടീസ് ഇറക്കിക്കുന്നു. ഇതാണ് CPM പറയുന്നത്. BJPക്കും സമാനമായ ആരോപണമുണ്ട്. SDPIയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നില്ല. PFIക്കാരാണ് നിങ്ങളുടെ ഓഫീസിന് ചുറ്റും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഓഫീസിന്റെ പുറത്തേക്ക് പോയാൽ PFIക്കാരെ കാണാമെന്നാണ് പറയുന്നത്. അതെ, ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിന്റെ മുമ്പിൽ നിന്നല്ലായിരുന്നോ PC വിഷ്ണുനാഥ് കയറിയത്? ഞങ്ങളുടെ ഓഫീസിന് മുമ്പിൽ നിന്നായിരുന്നല്ലോ PK നവാസ് കയറിയത്. അവരൊക്കെ PFIക്കാരാണ് എന്ന് പറയുന്നത് ശ്രീ കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട. അത് SDPI വർഗീയവാദിയാണെങ്കിലും RSSന്റെ വർഗീയവാദികളാണ്, ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞങ്ങളുടെ നിലപാട് AK ബാലന്റെ ക്രിസ്റ്റൽ ക്ലിയർ അല്ല, ഞങ്ങളുടെ ക്ലാരിറ്റി ഉള്ളതാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പക്ഷെ അതിന്റെ ക്ലാരിറ്റി VD സതീശനോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് VD സതീശൻ ആവർത്തിച്ച് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഗീയവാദികൾ ആരാണെങ്കിലും തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീമിസ്റ്റ് വാദങ്ങളുള്ള ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇല്ലാതെ തന്നെ പാലക്കാട് ജയിക്കാനുള്ള വോട്ട് ഞങ്ങൾക്ക് ഉണ്ട് എന്നത് വളരെ ക്ലിയർ ആണ്. എത്രയാണ് സ്റ്റോക്ക് വോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷം, 10K+. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ 10K+ എവിടെ നിന്നൊക്കെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 3 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റിയിൽ പിടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാകുമല്ലോ. അപ്പോൾ മറ്റു 3 പഞ്ചായത്ത് ലക്ഷ്യമിടണം. അതിൽ ഓരോ പഞ്ചായത്തിലും എത്ര വീതം വോട്ട് ഉയർത്തും? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും. ആ ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ട്. അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സ്വാഭാവികമായി ഉണ്ടായ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ തന്നെ പാർട്ടികളുടെ ഇടയിലുള്ള അന്തചിത്രങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് ലഭിക്കും. സന്ദീപ് വാര്യർ BJP വോട്ട് കൊണ്ടുവരും. അല്ല, സന്ദീപ് വാര്യറിന്റെ ബന്ധുബലമുള്ള സ്ഥലമാണ് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ഏറ്റവും ഹാർഡ് കോർ മേഖലകളിൽ സന്ദീപ് വാര്യറിന് ബന്ധുബലമുണ്ട്. സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യരെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ BJPയിൽ വലിയ രീതിയിലുള്ള തഴയലുണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ BJPയുടെ അണികളിൽ വ്യക്തമാണ്. പിന്നെ ഈ BJPയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വളരെ ഒരിക്കലും ഒരു എക്സ്ട്രീം പൊളിറ്റിക്സ് കേരളത്തിൽ ഓടുന്ന പൊളിറ്റിക്സ് അല്ല. കേരളത്തിൽ എത്രമാത്രം വർഗീയത പറഞ്ഞാൽ ആ വർഗീയത പറഞ്ഞവർ പുറന്തള്ളപ്പെടും എന്നുള്ളത് ചരിത്രമാണ്. അതുകൊണ്ട് BJP എത്രമാത്രം എക്സ്ട്രീമിസ്റ്റ് ആവാൻ ശ്രമിക്കുന്നോ ആ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് അവർക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കും. അതിലൊരു തിരിച്ചടിയാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ആയിരക്കണക്കിന് അണികൾ BJPയിലുണ്ടാവും. അവരൊക്കെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു പരിധിയും ഞങ്ങൾ വെച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് നല്ല വോട്ട് ലഭിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ പഞ്ചായത്തുകളിൽ ലഭിക്കും. പാലക്കാട് കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിയിൽ ഞങ്ങൾ ചെയ്യും.